ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇവിടെ ഈ പറയുന്നത് ഇസ്രായേലിലെ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സത്യവാചകം കേട്ടിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ചൊല്ലുന്ന സത്യവാചകത്തെക്കുറിച്ചാണ്. തനിക്ക് വ്യക്തമായി അറിയാവുന്നൊരു കാര്യം, അത് ആർക്കെതിരെയുള്ളതാണെങ്കിലും ശരി, അധികാരികളുടെ മുമ്പാകെ അറിയിക്കാതെ ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിത്തീരുന്നു. അവൻ്റെ കുറ്റത്തിന് ശിക്ഷയുണ്ടെന്നാണ് പഴയ നിയമം പറയുന്നത്. പ്രതിയായി നിൽക്കുന്നത് തനിക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും ശരി, ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിയാൻ പറ്റില്ല. എന്താണ് നടന്നതെന്ന് അവൻ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അത് പറയാത്തതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. ഇത് പഴയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. അവരെ സംബന്ധിച്ച് കാഫിറുകൾ ഉണ്ടാക്കിയ ഭരണഘടനയേക്കാൾ വലുത് അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും വാക്കുകൾ.